നിയമക്കുരുക്കിൽ തട്ടി റോഡ് പുനർനിർമ്മാണം അനന്തമായി നീളുന്നതിൽ വിഷമവൃത്തത്തിലായി ഏതാനും കുടുംബങ്ങൾ. പൊയ്യ പഞ്ചായത്തിലെ 12ാം വാർഡിലെ സ്ഥിരതാമസക്കാരായ ഏതാനും കുടുംബങ്ങൾക്കാണ് ഈ ദുർവിധി. കുറുമാലിപ്പുഴയുടെ വിവിധയിടങ്ങളിൽ തടയണകൾ നിർമ്മിക്കുന്നത് മൂലം ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നു വിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ആറ്റപ്പള്ളിക്കടവിൽ താൽക്കാലിക തടയണ ഒരുക്കുമെന്ന് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി. പുത്തഞ്ചിറയിൽ മരം മുറിക്കുന്നതിനിടെ ഉണങ്ങിയ തെങ്ങ് ദേഹത്ത് വീണ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. നേപ്പാൾ സ്വദേശി മദൻ ഹഡ്ക എന്ന 28 വയസ്സുകാരനാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. നിയമക്കുരുക്കിൽ തട്ടി റോഡ് പുനർനിർമ്മാണം അനന്തമായി നീളുന്നതിൽ വിഷമവൃത്തത്തിലായി ഏതാനും കുടുംബങ്ങൾ. പൊയ്യ പഞ്ചായത്തിലെ 12ാം വാർഡിലെ സ്ഥിരതാമസക്കാരായ ഏതാനും കുടുംബങ്ങൾക്കാണ് ഈ ദുർവിധി. റോഡിന്റെ പുനർനിർമ്മാണത്തിനുള്ള ഇവരുടെ ആവശ്യം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പരിഗണനയിലാണ്. പൊയ്യ പഞ്ചായത്തിലെ 12ാം വാർഡിലെ 5 കുടുംബങ്ങൾ തങ്ങളുടെ റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അധികൃതർക്ക് പലവട്ടം അപേക്ഷയും നൽകി. 5 ലിങ്ക്സ് മാത്രം വീതിയുള്ള റോഡാണ് നടവഴി സമാനമായ സഞ്ചാരപാത. നിരപ്പല്ലാത്ത ഭൂമിയായതിനാൽ പാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞിട്ടുണ്ട്. ഇവ കെട്ടി സംരക്ഷിച്ചു വേണം വഴി പുനർനിർമ്മിക്കാൻ. പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കാൻ തയ്യാറായെങ്കിലും നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ എത്തിയില്ലെന്നാണ് അവരുടെ വിശദീകരണം. എൻ്റെ ലാസ്റ്റ് വീട് എൻ്റെ വീടാണ്. അപ്പോൾ അമ്മയുണ്ട് വയ്യാണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ DLS കോടതിയിലൊരു കേസ് കളക്ടർ മുഖേന കേസ് ഉണ്ട്. പക്ഷേ അതൊരു 5 ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ ഏറ്റെടുക്കാൻ ആളില്ലെന്ന് പറഞ്ഞിട്ടാണ് അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകണത്. ഇതിപ്പോൾ ആൾ കണ്ടോ, ഞങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ എൻ്റെ അമ്മയ്ക്കൊന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് ആസ്പത്രി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങളുടെ നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ DLS കോടതി മുഖേന അന്ന് ഒരു 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഇതിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട്. ഇപ്പം അത് ഏറ്റെടുക്കാൻ ആളില്ല എന്നാണ് അവർ പറയണത്. ഇപ്പം ഞാൻ 2023 ഡിസംബറിൽ കൊടുത്ത ഇതാണ്. കാരണം വെച്ചാൽ ഞങ്ങൾക്കൊന്ന് പോകാൻ പറ്റില്ലെങ്കിൽ അങ്ങോട്ട് ഒന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക്. ഇതോടെ പ്രദേശവാസികളായ റോഡിന്റെ ഗുണഭോക്താക്കൾ കളക്ടറെ സമീപിച്ചു. തുടർന്ന് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിയമയുദ്ധവും ആരംഭിച്ചു. 2 വർഷമായി കേസ് തുടരുന്നു. പഞ്ചായത്ത് തന്നെ മുൻകൈയെടുത്താൽ തീരാവുന്ന നിർമ്മാണ ജോലികളാണ് നിയമക്കുരുക്കിൽ അകപ്പെട്ട് അനന്തമായി നീളുന്നത്. രോഗികളും വൃദ്ധരുമുള്ള കുടുംബങ്ങളാണ് റോഡിനെ ആശ്രയിക്കുന്നത്. എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. മീഡിയ ടൈം, മാള. കുറുമാലിപ്പുഴയുടെ ആറ്റപ്പള്ളിക്കടവിൽ താൽക്കാലിക തടയണ ഒരുക്കുമെന്ന് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി. പുഴയുടെ വിവിധയിടങ്ങളിൽ തടയണകൾ നിർമ്മിക്കുന്നത് മൂലം ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് പുഴയിലെ ജലനിരപ്പ് താഴ്ന്നത്. ആറ്റപ്പള്ളിക്കടവ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദർശിച്ചു. കൊടകര പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി കുറുമാലിപ്പുഴയുടെ ആറ്റപ്പള്ളിക്കടവിൽ താൽക്കാലിക തടയണ ഒരുക്കുമെന്ന് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി പറഞ്ഞു. കൊടകര ടൗണിൽ ഇന്നു മുതൽ വെള്ളത്തിൻ്റെ ക്ഷാമം അനുഭവപ്പെട്ടേക്കാണ്. അതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളടക്കം ആറ്റപ്പള്ളി കടവ് സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ചിമ്മിനി ഡാം വാസൂരത്ത് തടയണയുടെ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വെള്ളമടിക്കുമ്പോൾ അത് കിണറ്റിൽ വെള്ളമില്ലാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ മറ്റൊരു ഗ്രാമപഞ്ചായത്തിലേക്കും ഇതുമായി ബന്ധപ്പെട്ട കുടിവെള്ളം ഇവിടുന്ന് പോകുന്നുണ്ട്. 2 ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന് അടിയന്തരമായി താൽക്കാലികമായുള്ള ഒരു തടയണ കെട്ടി വെള്ളം ശേഖരിച്ചുകൊണ്ട് അത് കിണറ്റിലേക്കാക്കി. കൊടകര പഞ്ചായത്തിലെ വിവിധ മേഖലകളിലേക്ക് കുടിവെള്ള പമ്പ് ചെയ്യുന്ന ആറ്റപ്പള്ളിക്കടവ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരിയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചിരുന്നു. പുഴയുടെ വിവിധ ഇടങ്ങളിൽ തടയണകൾ നിർമ്മിക്കുന്നത് മൂലം ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് പുഴയിലെ ജലനിരപ്പ് താഴ്ന്നത്. ഇതിന് പരിഹാരം കാണുന്നതിനായിട്ടാണ് താൽക്കാലികമായി മണൽച്ചാക്ക് നിറച്ച് തടയണ നിർമ്മിക്കുന്നത്. പുഴയിൽ വെള്ളം ഉയർന്നാൽ വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടാപ്പള്ളി, വാർഡ് മെമ്പർമാരായ ആശാ രാമദാസ്, വിദ്യാ സുനിൽകുമാർ, ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടകര.
3 വനിതകൾ ചേർന്ന് നടത്തി വന്നിരുന്ന സോഷ്യൽ സർവീസ് 2025 ഫെബ്രുവരി 2 പ്രവാസികളടക്കമുള്ള 25 വനിതകൾ അംഗങ്ങളായുള്ള കെയറിംഗ് ഹാൻഡ് കൂട്ടായ്മയായി മാറി. കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെയറിംഗ് ഹാൻഡ്സ് കൂട്ടായ്മ 1ാം വാർഷികം ആഘോഷിച്ചു. സമൂഹത്തിലെ ദുർബലർക്ക് ചെറിയ ആശ്വാസമെങ്കിലും എത്തിക്കുക എന്ന നിലയിൽ തുടങ്ങിയ സംഘടനയാണ് കെയറിംഗ് ഹാൻഡ്സ്. കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെയറിംഗ് ഹാൻഡ്സ് കൂട്ടായ്മ 1ാമത് വാർഷികം ആഘോഷിച്ചു. 25 വനിതകൾ അംഗങ്ങളായുള്ള കൂട്ടായ്മയാണ് കെയറിംഗ് ഹാൻഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാസം തോറും ഭക്ഷ്യക്കിറ്റ് വിതരണം, ഡയാലിസിസ് കിറ്റ് വിതരണം, പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വിതരണം തുടങ്ങിയ സേവനങ്ങളാണ് ഇവർ നടത്തി വരുന്നത്. വിവാഹദിനത്തിൽ മാത്രം ഉപയോഗിച്ച് അലമാരയിൽ പൂട്ടിവെക്കുന്ന വിവാഹ വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് വിവാഹത്തിന് നൽകി വരുന്ന മാതൃകാ പ്രവർത്തനവും കെയറിംഗ് ഹാൻഡ്സ് നടത്തുന്നുണ്ട്. കെയറിംഗ് ഹാൻഡ്സിന്റെ 1ാമത് വാർഷികാഘോഷം പ്രസിഡന്റ് ബീന കാട്ടകത്ത് ഉദ്ഘാടനം ചെയ്തു. ചെയർവുമൺ ഹീര അധ്യക്ഷത വഹിച്ചു. ലൈല കുഞ്ഞുമൊയ്തീൻ, അസമ്മു, മുംതാസ് കൊടുങ്ങല്ലൂർ, ലൈല കരൂപ്പടന്ന, സജിന സഫർ, റസിയ, സാജിദ, സൈബു സലീം, സുഹരിജ ജസിൻ, പ്രഭ, അൻഷ, നൂർജഹാൻ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. തിരുനാവായിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് നടന്നത് കളരി അക്ഷരക്കാൽ പൂജ. കേരളത്തിൽ ആദ്യമായാണ് അപൂർവമായ കളരി അക്ഷരക്കാൽ പൂജ നടക്കുന്നത്. ആചാര്യൻ വിനോദ് വൈദ്യർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൂജയിൽ ലോക സിനിമയിൽ അഭിനയിച്ച ബാലതാരം ദുർഗ സി വിനോദും പങ്കെടുത്തു. കളരിയിലെ ദേവതയുടെ സാന്നിധ്യത്തിനായി വിശുദ്ധ അക്ഷരങ്ങളെ കാൽപ്പാടുകളായി കളരിത്തറയിൽ രേഖപ്പെടുത്തി ദേവതയെ ആവാഹിക്കുന്ന അപൂർവവും പുരാതനവുമായ ആചാരമാണ് കളരി അക്ഷരക്കാൽ. ഈ ദേവതയുടെ അനുഗ്രഹം ലഭിക്കുന്നവർ സൗന്ദര്യം, പ്രതിഭ, പ്രശസ്തി കൂടാതെ പരമ്പരാഗത കലകളും വൈദ്യശാസ്ത്രവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ മികവ് കൈവരിക്കും എന്നാണ് വിശ്വാസം. നഷ്ടപ്പെട്ടുപോയ ഈ അനുഷ്ഠാനം ആചാര്യൻ വിനോദ് വൈദ്യർ പുനഃപരിശോധന ചെയ്ത് പുനരാവിഷ്കരിച്ചതാണ്. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന കളരി അക്ഷരക്കാൽ കലയും ആത്മീയതയും സംയോജിക്കുന്ന അപൂർവ അനുഭവമായി. മഹാമണ്ഡലേശ്വർ സ്വാമി, ആനന്ദഭവനം ഭാരതി, സ്വാമി അഭിനവ ബാലാനന്ദ ഭൈരവ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പുത്തൻചിറയിൽ മരം മുറിക്കുന്നതിനിടെ ഉണങ്ങിയ തെങ്ങ് ദേഹത്ത് വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. നേപ്പാൾ സ്വദേശി മദൻ ഹഡ്ക എന്ന 28 വയസ്സുകാരനാണ് മരിച്ചത്. പുത്തൻചിറ പിണ്ടാണിയിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് മരം മുറിച്ചു മാറ്റവേ സമീപത്തു നിന്നിരുന്ന ഉണങ്ങിയ തെങ്ങ് ദേഹത്ത് വീഴുകയായിരുന്നു. തലയിൽ സാരമായി പരിക്കേറ്റിരുന്നു. ഉടനെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. പെരിഞ്ഞനത്ത് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. കൊറ്റംകുളം വാട്ടർ ടാങ്കിന് സമീപം VKG ബ്രാഞ്ച് ഓഫീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഓഫീസിൽ അതിക്രമിച്ച് കയറി ഓഫീസിനുള്ളിലെ ഫർണിച്ചറുകളും മറ്റും നശിപ്പിച്ച നിലയിലാണ്. കസേരകൾ തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIM പുല്ലൂറ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന യോഗം സംഘടിപ്പിച്ചു. ചാപ്പാറ ജംഗ്ഷനിൽ നടന്ന യോഗം CPIM ഏരിയ കമ്മിറ്റി അംഗം KK അബീദലി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ PN രാമദാസ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി PN വിനയചന്ദ്രൻ, KM മോഹനൻ, NS വിജയൻ, KR നാരായണൻ, KA രാജൻ, MB സജിത, AK അലി എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ കുഴൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു കുടുംബത്തിൽ എനിക്കും ഉൾപ്പെടുവാനായിട്ട് ഈ ഒരു സന്തോഷ ദിനത്തിൽ പങ്കുകൊള്ളുവാനായിട്ട് സാധിച്ചു. ഇവിടെ ഇരിക്കുന്ന ഈ നമ്മുടെ സദസ്സിലിരിക്കുന്ന വ്യക്തികൾ ഒരുവിധം എല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. നമുക്ക് പെൻഷൻ പറ്റുക എന്ന് പറയുമ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും നാം ആ പ്രായത്തിൽ അതിൽ നിന്നും വിരമിക്കേണ്ടത് ഒരു അത്യാവശ്യം തന്നെയാണ്. പക്ഷേ അതൊരു ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡത്തിന് അനുസരിച്ച് നമ്മളപ്പോൾ നമ്മുടെ ജോലിയിൽ നിന്നും വിരമിക്കുന്നു. പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലരെയും നോക്കുമ്പോൾ നമുക്ക് ആ പെൻഷൻ കാലം പറ്റുന്ന ആൾക്കാരാണ് എന്ന് വരെ തോന്നില്ല. കാരണം അത്രയേറെ
ആക്റ്റീവായിട്ടാണ് ഓരോരുത്തരെയും എനിക്ക് കാണാനും അതുപോലെ തന്നെ അവരുടെ സമൂഹത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നേരിട്ട് കാണുകയും ചെയ്തിരിക്കുന്നു. യൂണിറ്റ് പ്രസിഡന്റ് E.I. ജോയ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 80 വയസ്സ് കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. കുഴൂർ പഞ്ചായത്ത് അംഗം PS ശിവൻ, PV ശ്രീദേവി, MR ഗോപൻ, ലളിത, VK ജോഷി, PS സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. മാള വലിയപറമ്പ് അതിയാരത്ത് ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും താലപ്പൊലി മഹോത്സവവും ഭക്തിസാന്ദ്രമായി. വൈകിട്ട് പകൽപൂരം, ദീപാരാധന, നിറമാല, താലം വരവ്, താലി സ്വീകരണം, തായമ്പക, എഴുന്നള്ളിപ്പ്, ഗുരുതി എന്നിവ നടന്നു. നിരവധി ഭക്തർ മഹോത്സവ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഫെബ്രുവരി 3 ചൊവ്വാഴ്ച നടതുറപ്പ് മഹോത്സവ ദിവസം വൈകിട്ട് പൊങ്കാല, ദീപാരാധന, നിറമാല എന്നിവ നടക്കും. മാള കാർമൽ കോളേജിൽ കോളേജ് ദിനാഘോഷം ഫെബ്രുവരി 5-ാം തീയതി നടത്തുവാൻ തീരുമാനിച്ചതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ മാള കാർമൽ കോളേജിൽ 45-ാമത്തെ കോളേജ് ദിനാഘോഷവും ഫെബ്രുവരി 5-ാം തീയതി രാവിലെ 10 മണിക്ക് നടത്തുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ ഡിനോജ് സെബാസ്റ്റ്യൻ ആണ് കോളേജ് ഡേയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കാർമൽ കോളേജിൽ കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് നടത്തി വരുന്ന റിഗാലോ കൾച്ചറൽ ഫെസ്റ്റ് 2026 ഫെബ്രുവരി 5-6 തീയതികളിലായി ഈ വർഷവും നമ്മൾ നടത്തുന്ന കാര്യം ഏറ്റവും സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. ഡിസൈനർ കോൺടെസ്റ്റ്, ഫാഷൻ ഷോ, നൃത്ത പരിപാടികൾ എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് നമ്മൾ ഈ ഒരു ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഫെസ്റ്റിവലിൽ കേരളത്തിനകത്തും പുറത്തു നിന്നുമായി പ്രതിഭാധനരായ മത്സരാർത്ഥികളായി 4500-ലധികം പാർട്ടിസിപ്പൻസും കാണികളുമായിട്ട് 4500-ലധികം പേർ ഈ ഒരു ഉത്സവം തന്നെ ആക്കി റിഗാലോയെ മാറ്റിയിരുന്നു. ഈ അനുഭവ സമ്പത്തും പിന്തുണയും ഞങ്ങൾ വീണ്ടും ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ ഒരു വർഷവും ഞങ്ങൾ ഇതിന് മുതിരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ ഡിനോജ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിക്കും. കാർമൽ കോളേജിൽ 3 വർഷമായി നടത്തിവരുന്ന റിഗാലോ കൾച്ചറൽ ഫെസ്റ്റ് ഫെബ്രുവരി 5-6 തീയതികളിലായി ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിക്കും. യുവ റാപ്പ് സിംഗർ ഫെജോയുടെ സംഗീത പരിപാടിയും ഈ വർഷത്തെ ഫെസ്റ്റിലുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ സിസ്റ്റർ റിമി റാഫേൽ, PK രാജേശ്വരി, ലിൻഡ P ജോസ്, ജിസ ഫ്രാൻസിസ്, CA നവീന എന്നിവർ പങ്കെടുത്തു. കൊടകര പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPIM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കൊടകര പഞ്ചായത്തിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ CPIM കൊടകര ഏരിയ കമ്മിറ്റി അംഗം CM ബബീഷ് ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ കമ്മിറ്റി അംഗം KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. KD അപ്പച്ചൻ, CPIM നോർത്ത് ലോക്കൽ സെക്രട്ടറി അൻവർ സാദിഖ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അഭിലാഷ്, നേതാക്കളായ KC ജെയിംസ്, KG രജീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമക്കുരുക്കിൽ തട്ടി റോഡ് പുനർനിർമ്മാണം അനന്തമായി നീളുന്നതിൽ വിഷമവൃത്തത്തിലായി ഏതാനും കുടുംബങ്ങൾ. പൊയ്യ പഞ്ചായത്തിലെ 12-ാം വാർഡിലെ സ്ഥിര താമസക്കാരായ ഏതാനും കുടുംബങ്ങൾക്കാണ് ഈ ദുർവിധി. കുറുമാലിപ്പുഴയുടെ വിവിധയിടങ്ങളിൽ തടയണകൾ നിർമ്മിക്കുന്നത് മൂലം ചെമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നു വിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ആറ്റപ്പള്ളിക്കടവിൽ താൽക്കാലിക തടയണ ഒരുക്കുമെന്ന് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി. പുത്തഞ്ചിറയിൽ മരം മുറിക്കുന്നതിനിടെ ഉണങ്ങിയ തെങ്ങ് ദേഹത്ത് വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം.
നേപ്പാൾ സ്വദേശി മദൻ ഹഡ്ക എന്ന 28 വയസ്സുകാരനാണ് മരിച്ചത്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.